ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മൾ ഓൾറെഡി തമിഴിലും കാര്യങ്ങളൊക്കെ കണ്ട പോലെ തന്നെ നമ്മുടെ പാൻ കാർഡിൻ്റെ പുതിയത്, അതായത് പാൻ 2.0 ഇറങ്ങാൻ പോകുന്നത് നമ്മൾ ഓൾറെഡി കുറച്ച് ദിവസം മുമ്പ് നമ്മൾ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അത് സെൻട്രൽ ഗവൺമെൻറ് ഒരു പുതിയ പ്ലാനാണ് നമ്മുടെ പാൻ കാർഡിൻ്റെ അപ്ഡേഷനും അതുപോലെ തന്നെ പുതിയ ലേറ്റസ്റ്റ് ആയിട്ട് പാൻ കാർഡ് വരാൻ പോകുന്നത്. പാൻ കാർഡിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഫുള്ളി സിസ്റ്റം മേക്ക് ഓവർ ചെയ്യാനും സെക്യൂരിറ്റി കൂടാനും കേട്ട് പുതിയ ഒരു പദ്ധതിയാണ് പാൻ 2.0 എന്ന് പറയുന്നത്. അതിൻ്റെ പിന്നാലെ ഇപ്പോൾ പുതിയ നമ്മുടെ EPFO, അതായത് എംപ്ലോയി പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ ഉണ്ടല്ലോ, അതിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് EPFO 3.0, അതായത് 3.0 പുതിയ വേർഷൻ ഇറങ്ങാൻ പോകുന്നതിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ എംപ്ലോയി പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ കുറച്ച് പുതിയ അപ്ഡേറ്റ്സുകളും, അതായത് കുറച്ചും കൂടിയും എംപ്ലോയി ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സും സംഭവങ്ങളൊക്കെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സംഭവമാണ്. ഓൾമോസ്റ്റ് നമ്മുടെ അടുത്ത കൊല്ലം 2025 മിഡ് ടേം ആയിട്ട്, അതായത് മെയ് ജൂൺ ആയിട്ട് ഈ സാധനം ഇംപ്ലിമെന്റ് ആവുന്ന പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് നമുക്ക് വന്നേക്കുന്നത് നമുക്ക് നോക്കി നോക്കാം. മെയിനായിട്ട് 3 ചേഞ്ചസ് ആണ് വരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണാനാണെങ്കിൽ നമ്മുടെ 2 മെയിൻ ചാനൽസ് കാണാത്തവർ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മളേക്ക് ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. നമ്മുടെ 3ാമത്തെ ചാനൽ കാണാത്തവർ പോയി കണ്ടു നോക്കുക, GHH വേൾഡ് എന്നാണ് ചാനലിൻ്റെ പേര്. നമ്മളതിൽ ടെക്നിക്കൽ ന്യൂസ്, ഫൈനാൻഷ്യൽ ന്യൂസ്, അങ്ങനെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിലും ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിനും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. പേജ് ഫോളോ ചെയ്യാൻ മതി. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ, മറക്കണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇവർ ആക്ച്വലി നമ്മുടെ ഈ EPFO 3.0 പ്ലാനിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് നമ്മുടെ എംപ്ലോയീസിന് കുറച്ചുകൂടി ഫ്രണ്ട്ലി ഫീച്ചേഴ്സ് ഇറക്കാൻ പോകുക എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ടാണ് ആക്ച്വലി ഇപ്പോൾ വരാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ ഫീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ EPFOന് നമുക്കൊരു 12% ക്യാപ്പിംഗ് ഉണ്ടാകുന്നല്ലോ, എംപ്ലോയീസിന് ഒരു ക്യാപ്പിംഗ് ഉണ്ടായിരുന്നു. അത് ആക്ച്വലി റിമൂവ് ചെയ്യാൻ പോകുന്നതാണ് ഇപ്പോൾ പുതിയ പ്ലാനിൽ വന്നേക്കുന്നത് ഫസ്റ്റ് ചേഞ്ചസ് കിട്ടുക. അപ്പോൾ നമുക്ക് ഇനി തൊട്ട് നമുക്ക് എംപ്ലോയീസിന് എത്ര എമൗണ്ട് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ അനുസരിച്ചിട്ട് നമുക്ക് ഇട്ട് വെക്കാം EPFൽ കേട്ടോ. അതൊരു നല്ലൊരു മൂവ് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. രണ്ടാമത്തേന്ന് പറയുന്നത് നമ്മുടെ ATM ബേസ്ഡ് PF വിഡ്രോവൽ പ്ലാൻ ഇറങ്ങാൻ പോവുകയാണ്. അതായത് ഈ എംപ്ലോയീസിന് ഒരു കാർഡ് രൂപത്തിൽ, നമ്മുടെ ATM കാർഡ് രൂപത്തിൽ ഒരു ATM കാർഡ് എന്ന് പറയാം, ATM കാർഡ് ലിങ്ക്ഡ് ടു നമ്മുടെ PF അക്കൗണ്ട് കൊടുക്കാൻ പോവാണ്, അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നതാണ് ഇപ്പോൾ പുതിയ പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന പദ്ധതി. അതായത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ATM ഈ കാർഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് PF എമൗണ്ട് വിഡ്രോ ചെയ്യാം. പണ്ട് നമുക്ക് വിഡ്രോ ചെയ്യണമെങ്കിൽ നമ്മൾ അതിന് കുറേ പ്രൊസീജിയറും സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരിക ചെയ്യാം. ഇതിന് പകരം നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ത്രൂ നമ്മൾ ക്യാഷ് എടുക്കുന്ന പോലത്തെ ഒരു പരിപാടി ലോഞ്ച് ചെയ്യാൻ പോകുന്നതാണ് പറഞ്ഞേക്കുന്നത്. ഇതും നല്ലൊരു കാര്യം തന്നെയാണ്. മെയ് ജൂൺ 2025 ആ റേഞ്ചിലായിട്ട് ഇത് ഇംപ്ലിമെന്റ് ആവുന്നതാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. 3ാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ EPS 95, അതായത് നമ്മുടെ എംപ്ലോയീസ് പെൻഷൻ സ്കീം 1995 ഉണ്ടല്ലോ, അതും മേക്ക് ഓവർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലും കുറേ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ 3 ചേഞ്ചസ് ആണ് നമ്മുടെ EPFO 3.0 ആക്ച്വലി സെൻട്രൽ ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിരിക്കുന്ന കുറച്ച് ഫീച്ചേഴ്സ്. ഇത് എന്തായാലും ഇംപ്ലിമെൻ്റ് ആവും, പക്ഷേ ഞാൻ പറഞ്ഞ 2025 മിഡ് ടേമിലായിട്ടായിരിക്കും ഇത് ഇംപ്ലിമെൻ്റ് ആവാൻ പോകുന്നത് കേട്ടോ. നമ്മുടെ പാൻ കാർഡ് 2 അല്ലെങ്കിൽ പാൻ 2.0 പറഞ്ഞ പോലെ തന്നെ പുതിയ 2 സ്കീമുകളാണ്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സംഭവം എന്ന് എനിക്ക് തോന്നി. നമ്മുടെ ഈ ATM കാർഡ് നമ്മളൊക്കെ പണ്ട് ഇതുപോലെ നമ്മുടെ മ്യൂച്വൽ ഫണ്ടും ആക്ച്വലി ഇപ്പോൾ ആദ്യം റിലയൻസിൻ്റെ ഒരു മ്യൂച്വൽ ഫണ്ട് ഉള്ള സമയത്തൊക്കെ എന്താ പറയുക, HDFC ആയിട്ട് ടൈപ്പ് ചെയ്ത് അവർ ഒരു കാർഡ് ഇറക്കിയിരുന്നു. നമുക്ക് നമ്മുടെ ഫണ്ടിൽ നിന്ന് വേണമെങ്കിൽ കാശ് എടുക്കാൻ ATM ഉപയോഗിച്ചിട്ട്. അത് പിന്നെ അവർ നിർത്തിപ്പോയി. അതൊരു പണ്ടൊരു സംഭവം ഉണ്ടായിരുന്നു, എനിക്ക് പണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ സാധനമൊക്കെ. അതേ രൂപത്തിലുള്ള അത് നല്ലൊരു മൂവായിട്ട് എനിക്ക് ഏറ്റവും അട്രാക്ഷൻ ആയിട്ട് തോന്നിയത് ഈ ATM ഫീച്ചറാണ്. അതൊരു നല്ലൊരു സംഭവം തന്നെ എനിക്ക് തോന്നി. അപ്പോൾ എന്തായാലും അതൊരു എന്താ പറയുക ഇംപ്ലിമെൻ്റ് ആവട്ടെ, നല്ലൊരു ഫീച്ചർ തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ അതിൻ്റെ പേര് നമ്മുടെ 2 ചാനൽസ് മാത്രമേ കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ബൈ.